ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായി സുപ്രീം കോടതി മുൻ ജഡ്ജി വി രാമസുബ്രഹ്മണ്യനെ നിയമിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുമ്പോൾ ജാതിമത സാമുദായിക പ്രാദേശിക പരിഗണനകൾ വേണമെന്നായിരുന്നുവെന്ന നിലപാടിലാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. യോഗ്യത പ്രാഥമിക മാനദണ്ഡമാണെങ്കിലും പ്രാദേശിക ജാതി മത സാമുദായം എന്നിവ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബുധനാഴ്ച ചേർന്ന സമിതി യോഗത്തിൽ പങ്കെടുത്ത രാഹുലും മല്ലികാർജുൻ ഖാർഗെയും മുൻ സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് റോഹിൻടൺ ഫാലി നരിമാൻ, ജസ്റ്റിസ് KM ജോസഫ് എന്നിവരുടെ പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നു. ജസ്റ്റിസ് റോഹിൻടൺ ഫാലി നരിമാൻ പാഴ്സി സമുദായത്തിൽ നിന്നുള്ള ആളാണ്. ജസ്റ്റിസ് KM ജോസഫ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുമുള്ള ആളാണ് എന്നും കോൺഗ്രസ് പുറത്തിറക്കിയ വിയോജനക്കുറിപ്പിലുണ്ട്. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിമാരുൾപ്പെടെയുള്ളവരെ ജാതിയുടെയും മതത്തിന്റെയും പ്രാദേശികവാദത്തിന്റെയും അടിസ്ഥാനത്തിൽ വിയോജിപ്പിച്ച് മറ്റൊരു വിഭജനം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത്. തമിഴ്നാട് സ്വദേശിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് ഇത് പരിഗണിക്കാതെയാണ് എന്നും നിയമത്തെ എതിർക്കുന്നതായും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ നിയമിക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നതായി സമിതിയിലെ അംഗങ്ങളായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗെയും വ്യക്തമാക്കിയിരുന്നു. നിയമന ഉത്തരവിറക്കി മണിക്കൂറുകൾക്കകമാണ് പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായി അറിയിച്ച് കോൺഗ്രസ് രംഗത്തെത്തുന്നത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവർക്കൊപ്പം ലോക്സഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഈ നിർദ്ദേശം രാഷ്ട്രപതിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. കമ്മീഷൻ അംഗങ്ങളായി ഒറീസ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് S മുരളീധരൻ, രാജസ്ഥാൻ, ത്രിപുര ഹൈക്കോടതികളിലെ മുൻ ചീഫ് ജസ്റ്റിസായ അഖിൽ അബ്ദുൾ ഹമീദ് ഖുർഷി എന്നിവരുടെ പേരുകളും കോൺഗ്രസ് ശുപാർശ ചെയ്യുന്നു. എന്നാൽ സമിതി ഈ പേരുകൾ പരിഗണിക്കാതെയാണ് കോൺഗ്രസിന്റെ വിയോജിപ്പിന് കാരണമായിരിക്കുന്നത്. ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയതെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസിന്റെ ജാതി വിവേചനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അംബേദ്കറോട് കാണിച്ച ക്രൂരത. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായ്ക്കെതിരായ കോൺഗ്രസ് പ്രചരണത്തെ ചെറുക്കാൻ ഒരുങ്ങുകയാണ് BJP എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അംബേദ്കറോടുള്ള കോൺഗ്രസിന്റെ നിലപാട് തന്നെ തുറന്നുകാട്ടുന്ന വ്യാപക പ്രചരണം തുടങ്ങും. ദില്ലിയിൽ നടന്ന NDA സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് BJP തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളോടും BJP പിന്തുണ തേടി. പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ യോഗത്തിൽ അമിത്ഷാ വിശദീകരിച്ചു. BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ 1 മണിയോടെ ആയിരുന്നു യോഗം തുടങ്ങിയത്. അമിത്ഷാ BR അംബേദ്കറെ അപമാനിച്ചു എന്ന് കാട്ടിയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ചെറുക്കാനുള്ള വഴികൾ യോഗം ആലോചിക്കുമെന്നും നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, വഖഫ് ബിൽ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. ദില്ലി തിരഞ്ഞെടുപ്പിൽ NDA സഖ്യകക്ഷികളായ JDUവിനും ചിരാഗ് പാസ്വാന്റെ LJPക്കും BJP സീറ്റ് നൽകിയേക്കും. അതേസമയം ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇതാദ്യമായാണ് NDA യോഗം ചേരുന്നത്. അതേസമയം നിതീഷ് കുമാർ, ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തില്ല. അതേസമയം അമിത്ഷായുടെ പ്രസംഗത്തിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇപ്പോഴൊരു ഫാഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അംബേദ്കർ എന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത്രയധികം തവണ ഈശ്വരനെ വിളിച്ചിരുന്നുവെങ്കിൽ 7 ജന്മമെങ്കിലും അവർക്ക് സ്വർഗം ലഭിച്ചേനെ. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. അംബേദ്കറുടെ പേര് അവർ പറഞ്ഞു തുടങ്ങിയല്ലോ. അംബേദ്കറുടെ പേര് 100 തവണ ഇവർ പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി അംബേദ്കർ ജിയെ പറ്റിയുള്ള ഇവരുടെ മനോഭാവം എന്തായിരുന്നു? ഇത് ഞാൻ പറഞ്ഞു തരാം. രാജ്യത്തിന്റെ ആദ്യ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് അംബേദ്കറെ എന്തിനാണ് അവർ ഒഴിവാക്കിയത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ താൻ അസന്തോഷവാനാണ് എന്ന് അംബേദ്കർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തിലും ആർട്ടിക്കിൾ 370 കാര്യത്തിലും അസന്തോഷവാനാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അംബേദ്കറും രാജാജിയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിനെ പറ്റി നെഹ്റു പറഞ്ഞത് ഇപ്രകാരമാണ്: രാജാജി പോകുന്നത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ അംബേദ്കർ രാജിവെച്ച് പോകുന്നത് മന്ത്രിസഭ കാര്യമായി എടുക്കുന്നില്ല എന്ന്. പിന്നോക്ക ജനവിഭാഗം വലിയ വോട്ട് ബാങ്കായി ശക്തി കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ അംബേദ്കർ എന്ന് നിരന്തരം പറയുന്നത്. അംബേദ്കറിന്റെ ജന്മനാടായ മൗയിൽ സ്മാരകം പണിയാൻ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. അദ്ദേഹത്തിന്റെ ഉചിതമായ സ്മാരകം നിർമ്മിച്ചതും BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ്.
അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി ചിലവഴിച്ച ലണ്ടനിലും നാഗ്പൂരിലും ഡൽഹിയിലും മുംബൈയിലും എല്ലാം തന്നെ അംബേദ്കർ സ്മാരകങ്ങൾ നിർമ്മിച്ചതും BJP സർക്കാർ മാത്രമാണ്. അംബേദ്കറോട് നെഹ്റു മുതലുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ചെയ്തത് വിശദീകരിച്ചുകൊണ്ട് അമിത്ഷാ പ്രസംഗം തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അമിത്ഷാ രാജിവെക്കണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരുന്നത്. അതേസമയം പുനർസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കാൻ അടക്കം നിരവധി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കർണാടകയിലെ ബെലഗാവിയിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാൻ മല്ലികാർജുൻ ഖാർഗെക്കൊപ്പം രാഹുൽ ഗാന്ധിയും ബെലഗാവിയിലെത്തി. 100 വർഷം മുൻപ് 1924 ബെലഗാവിയിൽ വെച്ചാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷപദം ഏറ്റെടുത്തത്. ഇതിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് അതേ സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും പ്രവർത്തക സമിതി ചേരുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ സോണിയാഗാന്ധി യോഗത്തിനെത്തില്ല എന്നാണ് വിവരം ലഭ്യമാകുന്നത്. കേരളമടക്കം പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകൾ അടുത്ത 2 വർഷത്തിനകം നടക്കാനിരിക്കെ 2025 പുനർസംഘടന പൂർത്തിയാക്കാനുള്ള പ്രവർത്തന പദ്ധതി വിശാല പ്രവർത്തന സമിതിയിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിലെ നയവും തന്ത്രവും കൈകാര്യം ചെയ്യാൻ സ്ഥിരം സംവിധാനം രൂപീകരിക്കുന്നതിലും വിശദമായ ചർച്ചകൾ നടക്കും. കർണാടകയിലെ ബെലഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതിയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നേരിട്ട തോൽവി അടക്കം ചർച്ചയായേക്കും. നിർണായക വിഷയങ്ങളിലെ ചർച്ചകൾക്കപ്പുറം കടുത്ത തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളാൻ എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. പുനർസംഘടനയ്ക്ക് സമയപരിധി നിശ്ചയിക്കുക എന്ന പ്രധാന അജണ്ടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. 2025 അഴിച്ചുപണി വർഷമെന്ന് പ്രഖ്യാപിച്ചതോടെ പുനർസംഘടനയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുകൂടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കാലതാമസം ഇല്ലാതെ ഇരിക്കെയാണ് സംസ്ഥാനങ്ങളിൽ പുനർസംഘടനാ നടപടികൾ വേഗത്തിൽ തീർക്കേണ്ടി വരുന്നതെന്നും അത് കാട്ടിത്തന്നെയാണ് പ്രവർത്തക സമിതി നിർണായക നിലപാടുകൾ എടുക്കുക. മഹാരാഷ്ട്ര ഹരിയാന തോൽവികൾ പഠിക്കാൻ കമ്മീഷനെ വൈകാതെ നിയോഗിക്കാനുള്ള തീരുമാനവും പ്രവർത്തക സമിതിയിൽ ഉണ്ടാകും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വെറുതെ ആവില്ല എന്നും കർശന നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും നേരത്തെ തന്നെ പ്രവർത്തക സമിതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നൽകിയിരുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. അമിത്ഷായുടെ മാപ്പും രാജിയും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നതിലും രൂപരേഖ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകും. അംബേദ്കർ വിവാദത്തിലെ തുടർ നടപടികളും യോഗം ചർച്ച ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. ഭരണഘടനയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ ചെറുക്കാൻ കൂടുതൽ പ്രചരണ പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി തീരുമാനിക്കുമെന്ന കാര്യവും അജണ്ടയിലുണ്ട്. ബെലഗാവിയിൽ ഗാന്ധി സ്മരണയിലും 150-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രവർത്തക സമിതി അംഗമാണ് ചേരുന്നത്. പുനർസംഘടനയുടെ കാര്യത്തിൽ കേരളത്തിലുണ്ടായ മുറുമുറുപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കലഹം ഒഴിവാക്കാൻ എല്ലാവരും വിശ്വാസത്തിലെടുത്തു തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നും AICCയുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകണമെന്നും യോഗം വിലയിരുത്തുന്നു. 2025ഓടെ AICCയിൽ അടക്കം പുനർസംഘടന പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.